ഓഫ് റോഡിങ് എബിലിറ്റിയാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ? ഓ, ഇത് ഓഫ് റോഡും പോകും. വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. നമസ്കാരം. വെഹിക്കിൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ടാറ്റയുടെ ഏറ്റവും പുതിയ ഒരു SUV ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് പഞ്ച്. ടാറ്റ പഞ്ച് എന്നാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണല്ലോ അല്ലേ. പഞ്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ പഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾട്രോസ് ആർക്കിടെക്ചർ. ഓക്കെ, ഒരു മിനിറ്റ് വണ്ടി മാറ്റാട്ടോ. ഇതെന്ത് ഇവിടെ ഇത് ടാറ്റയുടെ പുതിയ പഞ്ച്, ഒരു പുതിയ SUV ആണ്. അടിപൊളിയായിട്ടുണ്ട്. നീ വണ്ടി എടുക്കണം പറഞ്ഞു, എന്തായി? അതെ, ഒരു കാർ എടുക്കണം. ബഡ്ജറ്റ് ഒരു 10-നുള്ളിൽ ഒരു നല്ല കാർ. എല്ലാവരും കേൾക്കട്ടെ. എങ്ങനെയുണ്ട് ഈ വണ്ടി? ഉണ്ട് വിശേഷങ്ങൾ അറിഞ്ഞാൽ എടുക്കായിരുന്നു. ഈ വണ്ടി ഇപ്പോൾ ഇന്ന് കാലത്തോട്ട് ഓടിച്ചു തുടങ്ങിയതാണ്. ഇത് ടാക്സി ആണെങ്കിൽ വണ്ടി ഓഫ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ചേട്ടാ ഒന്ന് നിർത്തിയാൽ മതി. അപ്പോൾ ഇത് സംഭവം ഒരു പുതിയൊരു ട്രൈ ആണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ. അത് ഭയങ്കരമായിട്ട് സക്സസ് ആവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നീ ഇപ്പോൾ 10-12 കൊടുത്ത് വെഹിക്കിൾ എടുക്കുന്നതിന് നീ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഈ വെഹിക്കിൾ ധാരാളമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നീ വണ്ടി ഓടിച്ച് നോക്കുക, എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. തീർച്ചയായും. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ബാക്കി പോകുന്നുള്ളൂ. എന്നാൽ പിന്നെ ഇതിന് വിശേഷങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ആയിക്കോട്ടെ. സോ വീഡിയോയിൽ നമുക്ക് വിശേഷങ്ങളും പറഞ്ഞു കൊടുക്കാം. ടാറ്റ പഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കും പറഞ്ഞുതരാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് വേണ്ടി നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ Facebook, Twitter, Instagram പേജസ് കൂടെ ഫോളോ ചെയ്യുക. സോ നമുക്ക് പഞ്ചിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. വണ്ടി അപ്പോൾ ചുറ്റോട് ചുറ്റും നോക്കിയില്ലേ? എങ്ങനെയുണ്ട് കാണാനായിട്ട്? അടിപൊളിയായിട്ടില്ലേ? വണ്ടി ഓവറോൾ ആയിട്ട് കാണാൻ നന്നായിട്ടുണ്ട്. ഇതിന്റെ വേറെ ഉള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞാൽ. ഓവറോൾ കാണാൻ നന്നായിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ശരിക്കും പറഞ്ഞാൽ ഇത് സഫാരി നീ കണ്ടിട്ടില്ലേ? സഫാരി ഇതൊരു ബേബി സഫാരിയുടെ ലുക്കാണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിലും പ്രോപ്പർ ഒരു ബേബി ലാൻഡ് റോവറുടെ ലുക്കും കൂടെ ഇതിന് വരുന്നുണ്ട്. ഒരു ബേബി ഇവോക്ക് എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇവോക്കിൻ്റെ സ്റ്റൈലിലുള്ള ആ ഫ്രണ്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങൾ കണ്ടില്ലേ? ആ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനും ഇവിടെ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷും. ഇത് ഇവരുടെ ഒരു ട്രൈ ആരോ ഡിസൈനാണ്. ഈ സംഭവം കുറച്ച് വേറെ എന്തെങ്കിലും ആക്കി കൊടുക്കായിരുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഹോണാണ് വരുന്നത്. പക്ഷേ ട്രൈ ആരോ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ഹോൾ ഇട്ടത് ഒരു വിഡിത്തരമായി പോയി എന്ന് തോന്നുന്നു. കാണാൻ അത് കുറച്ച് ഓഡായിട്ടുണ്ട്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഈ ഒരു ക്രോം ലൈനിങ്ങും ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒക്കെ ആയിട്ട് വെഹിക്കിൾ ഒരു മൈക്രോ SUV ആണെന്ന് സത്യം പറഞ്ഞാൽ കണ്ടാൽ പറയില്ല ഫസ്റ്റ് ലുക്കിൽ. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി. ഇനി ഇതിൻ്റെ ഒരു വേണമെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഇതിനേക്കാളും ഒരു കുറച്ചുകൂടെ ഒരു ലോവർ സെഗ്മെൻറ്റിലുള്ള എക്സ്പ്രസോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കംപ്ലയിൻറ്റും എനിക്ക് പറയാനില്ല. പിന്നെ അതുപോലെ ടിപ്പിക്കൽ സഫാരിയിൽ വരുന്ന പോലെ ഇവിടെ DRL, ഇവിടെ ഹെഡ്ലൈറ്റ് ഒക്കെയാണ് വരുന്നത്. നീറ്റായിട്ടുണ്ട് കാണാനായിട്ട്. അതായത് എൻ്റെ അഭിപ്രായത്തിൽ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച്, ഫ്രണ്ട് ഡിസൈനിനെ കുറിച്ച് പറയാനായിട്ട് ഇല്ല എന്ന് എടുത്ത് ഞാൻ പറയും. പിന്നെ അതുപോലെ വണ്ടിയുടെ ഈ ബോണറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരു ഹ്യുണ്ടായുടെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഹാച്ച് ബാക്ക് എടുത്തോ അല്ലെങ്കിൽ മാരുതിയുടെ ഹാച്ച് ബാക്ക് എടുത്തോ, ബോണറ്റിൻ്റെ മുകളിൽ എൻ്റെ വെയിറ്റിനോ നിൻ്റെ വെയിറ്റിനോ ഈ ബോണറ്റിൻ്റെ മുകളിൽ കയറി ഇരിക്കാനുള്ള കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് വരില്ല. ഞാൻ കയറി ഇരുന്നു, ഒരു രീതിയിലുള്ള കുഴപ്പമില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഇത് വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് എൻഡ്. സൈഡ് പ്രൊഫൈൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു വെഹിക്കിളാണ്. ഒരു ഹാച്ച് ബാക്ക് എന്നോ അല്ലെങ്കിൽ ഒരു മൈക്രോ SUV എന്നൊന്നും എനിക്കിതിനെ കണ്ടാൽ തോന്നുന്നില്ല. ഒരു എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഗ്രൗണ്ട് ക്ലിയറൻസ്. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. 190 mm. സാധാരണ ഒരു ഹാച്ച് ബാക്ക് കാര്യങ്ങളൊക്കെ 160 mm, ഇനിയിപ്പോൾ ഇന്നോവയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ്. മനസ്സിലായില്ലേ? സാധാ ഹാച്ച് ബാക്സിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 160 ഒക്കെയാണ് ഉണ്ടാവുക. സോ ഇത് 190 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആവശ്യത്തിൽ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയി. ഗ്രൗണ്ട് ക്ലിയറൻസ് ടാറ്റക്കാർ വാരി കോരി തന്നിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? ഇല്ല, സന്തോഷമാണ് കേട്ടത്. സന്തോഷമാണ്, ആയിക്കോട്ടെ. ഇനി ഏറ്റവും വലിയ വേറൊരു ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരട്ടെ. അൾട്രോസ് എന്ന് പറഞ്ഞൊരു കാറുണ്ട്, അതിൻ്റെ ആർക്കിടെക്ചറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലുള്ള അതേ ഫീച്ചറാണ് 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോർ. ബാക്കിയുള്ള കാറുകളിലൊക്കെ ഡോർ ഇത് ഇത്രയൊക്കെ തുറക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇത്ര തുറക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ പോയി കയറണം. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ എത്ര തടിയുള്ള ആളുകളാണെങ്കിലും ഇത്രയും ഡോർ തുറക്കുന്നത് കാരണം എവിടെ നിന്ന് ഇങ്ങനെ ചാടിയിട്ടൊക്കെ കയറാൻ പറ്റും. അതായത് വീട്ടിൽ വയസ്സായ പ്രായമായ ആൾക്കാർക്ക് സുഖകരമായി കയറാം. വയസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സ്പേസ്, ഒരുപാട് തുറന്ന വിശാല സ്പേസ് ഉണ്ടെങ്കിൽ അവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പമായിരിക്കും. അതായത് പ്രോപ്പർ ഫാമിലി യൂസിന് പറ്റിയ കാറാണ്. കണ്ടില്ലേ? ഇത് ഫുള്ളായിട്ട് ഡോർ തുറക്കും. ഇത് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. അൾട്രോസിലും ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതിലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി, കാരണം സെയിം ആർക്കിടെക്ചറാണ്. പിന്നെ സൈഡ് പ്രൊഫൈൽ കാണാൻ അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അൾട്രോസിൽ വരുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ നോർമൽ ഡോർ ഹാൻഡിലും ബാക്കിൽ ഇവിടെയാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. മനസ്സിലായില്ലേ? അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീല്. പിന്നെ മുകളിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷും പിയാനോ റൂഫ് റെയിൽസും. ഇത് നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഇത് ടോപ്പ് എൻഡിൽ വരുന്ന റൂഫ് റെയിലാണ്. ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് റൂഫ് റെയിൽ. സോ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൻ്റെ വിശേഷങ്ങൾ. പിന്നെ മെയിനായിട്ട് നോർമൽ ടാറ്റ മോട്ടോഴ്സിൽ വരുന്ന രീതിക്കുള്ളൊരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തന്നെയാണ്. 16 ഇഞ്ച് അലോയ് വീൽസാണ്. ടയറുടെ സൈസ് 195 സെക്ഷൻ 60 16. അപ്പോൾ 16 ഇഞ്ച് അത്യാവശ്യം വലിയ ടയേഴ്സാണ്, അല്ലാതെ ചെറിയ ടയേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ സൈഡ് പ്രൊഫൈൽ ഡീസൻ്റ് ആയിട്ടുള്ള സൈഡ് പ്രൊഫൈലാണ്. പിന്നെ എപ്പോഴും പോലെ എവിടെ തൊട്ടാലും നമുക്ക് ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് വേറെ വലിയൊരു ഡിഫറൻസ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടില്ലേ, ഒരു ബാഡ്ജ് വരുന്നുണ്ട് ടാറ്റ ഇത്. അതുപോലെ ഇവിടെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ഇവിടെ. പിന്നെ റിയർ ഡീഫോഗേഴ്സ് വരുന്നുണ്ട്, ലൈൻസ് കണ്ടില്ലേ. അതുപോലെ റിയർ വൈപ്പർ വരുന്നുണ്ട്. പല 10, 12, 13 ലക്ഷം കൊടുത്ത് വാങ്ങുന്ന കോമ്പാക്ട് SUV-യിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് ഈ റിയർ വൈപ്പർ. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഏതാണെന്ന് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. പക്ഷേ അത്രയും ഫീച്ചറുള്ള, അത്രയും വിലയുള്ളൊരു വെഹിക്കിളിൽ ഇല്ലാത്തൊരു സംഭവമാണ് റിയർ വൈപ്പർ. പിന്നെ ഓവറോൾ നെക്സോൺ എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് SUV-നെക്കാളും വളരെ ഡീസൻ്റ് ആയിട്ട് ലുക്കുള്ള ഒരു ബൂട്ടാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയാനുണ്ട് അതിനെക്കുറിച്ച്? ഇല്ല, ബൂട്ട് സ്പേസ് ഒന്ന് കണ്ടാൽ കൊള്ളാം. ബൂട്ട് സ്പേസ് കാണിച്ചു തരാം. പക്ഷേ നെക്സോണിൻ്റെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, നെക്സോണിൽ ഇവിടെ ഒരു അഡീഷണൽ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് സംഭവം എപ്പോഴും നെക്സോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ഡിസൈനാണ് എപ്പോഴും കുറച്ചൊരു മോശമായിട്ടുള്ളൊരു പോർഷൻ. പക്ഷേ പഞ്ചിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആ കാര്യം പറയാനില്ല. അത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ട് വളരെ നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കണ്ട നീറ്റായിട്ടുള്ള ബൂട്ടാണ്. 320 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നിൻ്റെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ വയ്ക്കാൻ പറ്റുന്ന എല്ലാ ലഗേജും വയ്ക്കാൻ പറ്റുന്ന രീതിക്കുള്ള ബൂട്ടാണ്. പിന്നെ ഹൈറ്റ്, ഈ ഒരു സ്പേസ് കണ്ടില്ലേ, ഏരിയ. ഇനിയിപ്പോൾ ഈ പാഡ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഏരിയ സ്പേസും കിട്ടും. സോ 320 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിൽ കൂടുതൽ, 320 ലിറ്ററിനേക്കാളും എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ തോന്നിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഹൈറ്റുള്ള ഒരു വെഹിക്കിളായത് കാരണം ബാഗ് മുകളിലായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. സോ ബൂട്ടിനെ കുറിച്ച് എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. ഇതൊക്കെയാണ് ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ മിസ്റ്റർ NRI? എങ്ങനെയുണ്ട് ഓവറോൾ ഒരു ഡിസൈൻ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ? ഓവറോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ എന്നാലും ഒരു കൺവീൻസ് ആവാത്തൊരു ഫീൽ വരുന്നുണ്ടല്ലോ എനിക്ക് ഇപ്പോഴും ഡിസൈനിൽ. അതെന്താ അത്? ഒരു എവിടെയോ ഒരു പോരായ്മ കുറവ്. ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കലും ഗൾഫിലുള്ള വണ്ടിയായിട്ട് ഇപ്പോൾ ടാറ്റയുടെ വണ്ടി കമ്പയർ ചെയ്യരുത്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഒരു ടാറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒന്നാമത്തെ ഇന്ത്യൻ ബ്രാൻഡാണ്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ട് ഇപ്പോൾ ലാൻഡ് റോവർ അക്വിസിഷന് കഴിഞ്ഞതിന് ശേഷം പ്ലാറ്റ്ഫോമിലും ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു വെഹിക്കിളാണ് ടാറ്റയുടെ. പണ്ടൊക്കെ എല്ലാവരും പറയും ടാറ്റയുടെ വണ്ടിയോ അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയും. പക്ഷേ അത് ആ ഒരു ഇമേജ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മാറി. ഇപ്പോൾ ഇവർക്ക് കുറച്ച് സർവീസിൽ ഇഷ്യൂസ് ഉണ്ട് എന്നല്ലാതെ വേറെ മെയിനായിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പഞ്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് എങ്ങനെയുണ്ട്? മൊത്തത്തിലൊരു പഞ്ചുണ്ട് അല്ലേ? ഞാൻ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു തരാം, വളരെ സ്പെഷ്യലാണ്. ഡോർ പാഡിൽ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് പഞ്ചില്. കണ്ടില്ലേ? നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ 1-ന് 2 ബോട്ടിൽ ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ അതിന് പുറമെ ഒരു അംബ്രല്ല ഹോൾഡറും കൂടെ വരുന്നുണ്ട്. കണ്ടില്ലേ? അതായത് യൂട്ടിലിറ്റി സ്പേസസിന്റെ ഒരു 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 ശൃംഖലയാണ് ഈ ടാറ്റ പഞ്ച് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഞാൻ വണ്ടിയെ പൊക്കി പറയല്ല കേട്ടോ. അതായത് ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. കാരണം ഇത് ടോപ്പ് എൻഡിൽ ഇവിടെ നമുക്ക് ഈ ഒരു വൈറ്റ് ബീച്ച് ഫിനിഷും ഇവിടെ ഈ ഒരു വുഡൻ ഫിനിഷും ബ്ലാക്കും ഒക്കെ ആയിട്ട് വണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ്. പക്ഷേ
ഒരു കംപ്ലൈൻറ്റും എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം ഇവിടെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. കാരണം എപ്പോഴും ഈ ഒരു സ്പേസാണ് നമ്മൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക മൊബൈൽ വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത്യാവശ്യം ഡീസൻറ്റ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു USB പോർട്ട്, ഇവിടെ ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ട്, അതിന് പുറമെ ഇവിടെയും ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ടാണല്ലോ. അതെ, ഇവിടെ ഫ്രണ്ടിൽ തന്നെ 2 12 വോൾട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ടാറ്റ. വളരെ നല്ല കാര്യം. അതുപോലെ ഇവിടെ വയർലെസ് കീ ഇവിടെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഒരു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സും ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഒരു ഇഷ്ടം പോലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പ്രീമിയം ആയിട്ട് ലുക്കിംഗ് ഉള്ള ഒരു ഗിയർ ലിവർ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ? എനിക്ക് വണ്ടി ഓവറോൾ ഈ ഒരു ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ നിനക്ക് എന്താ തോന്നുന്നത്? സിമ്പിൾ ആൻഡ് എലിഗന്റ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. സിമ്പിൾ ഡിമ്പിൾ എന്ന് പറഞ്ഞ പാട്ട് പോലെ വളരെ നീറ്റായിട്ടുണ്ട് കാണാനായിട്ട്, ഒരു പ്രശ്നമില്ല. പിന്നെ ഹർമൻ കാർഡൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ടോപ്പ് എൻഡിൽ. ഹർമൻ കാർഡൻ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ, സംഭവം പൊളിയാണ് എന്ന് തന്നെ എടുത്ത് പറയണം. പിന്നെ ഇവിടെയുള്ള കൺട്രോൾസ് ഒക്കെ ആണെങ്കിലും വളരെ ബേസിക് ആണെങ്കിലും ഒന്നും കംപ്ലൈൻറ്റ് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഇനി അത്യാവശ്യത്തിൽ കൂടുതൽ വലിയൊരു ഗ്ലോ കമ്പാർട്ട്മെൻറ്റ് ചില്ലിഡ് ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഗ്ലോ കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം ഡീസൻറ്റ് സ്പേസ് ഉള്ളത്. സോ ഫ്രണ്ട് റോനെ കുറിച്ച് എനിക്ക് ഈ ഒരു ഇൻറ്റീരിയേഴ്സ് ഓവറോൾ നോക്കുമ്പോൾ ഒരു കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല പറയാനായിട്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് പഞ്ചിൻ്റെ ഒരു പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇനി നിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലോട്ട് വരാം. ഡ്രൈവിംഗ് പൊസിഷൻ ടോപ്പ് എൻഡിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്, കണ്ടില്ലേ? ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ട്. ഹോൺ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാം. ഈ സെൻറ്ററിൽ കഷ്ടപ്പെട്ട് പ്രസ് ചെയ്യണമെന്നില്ല. ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒരു വളരെ സിമ്പിളായിട്ടൊരു ടച്ചിൽ ഹോൺ ആക്സസ് ചെയ്യാം. പിന്നെ നിനക്കിപ്പോൾ ആ ഒരു ഏരിയ കാണുമ്പോൾ എന്താ തോന്നുന്നു? ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് ആ കംഫർട്ടും സീറ്റിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സിമ്പിൾ ആണ്, വീണ്ടും സിമ്പിൾ ആൻഡ് ഹമ്പിൾ. വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ ഒരു SUV-യിൽ ഇരിക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഇതിലും കിട്ടുന്നത്. ഒരു മൈക്രോ SUV എന്നൊന്നും തോന്നുന്നില്ല. ഒരു അതായത് ഫ്രണ്ടിലുള്ള ഒരു കമാൻഡിങ് വ്യൂ കിട്ടുന്നുണ്ടല്ലോ. തീർച്ചയായും കമാൻഡിങ് വ്യൂ കിട്ടുന്നുണ്ട്. പുറകിൽ നമുക്ക് അത്യാവശ്യം വലിയ വിൻഡോസ് ആയത് കാരണം പുറകിൽ നമുക്ക് ഒരുപാട് അതും ഒരു വ്യൂ, അതായത് എയറിനെസ് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, നമുക്ക് ഇവിടെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് IRA കണക്ട് വരുന്നുണ്ട്. ടാറ്റയുടെ ടിപ്പിക്കൽ IRA ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് സ്ക്രീനിൽ. ഇത് ടോപ്പ് എൻഡിൽ മാത്രം വരുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ. ഈ സ്ക്രീനിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് IRA കണക്റ്റിലൂടെ കണക്റ്റഡ് ആപ്പാണ്. IRA എന്ന് പറഞ്ഞാൽ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. ഓപ്ഷനാണ് വരുന്നത്. സ്പീഡോ മീറ്റർ വന്നിട്ട് അനലോഗ് സ്പീഡോ മീറ്ററും, ലെഫ്റ്റ് സൈഡ് RPM-ഉം ബാക്കിയുള്ള ഇതൊക്കെ ഒരു ട്രിപ്പ് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഒരു LCD ഡിസ്പ്ലേയിൽ, കളർഫുൾ LCD ഡിസ്പ്ലേയിൽ നീറ്റായിട്ടുണ്ട് കാണാനായിട്ട്. അതിലും എനിക്ക് കംപ്ലൈൻറ്റ്സ് ഒന്നും പറയാനായിട്ട് ഇല്ല. സോ ഓവറോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫ്രണ്ട് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ. സെൻട്രൽ ലോക്കിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലല്ലോ. സെൻട്രൽ ലോക്ക് അവിടെയൊന്നും ഞാൻ അപ്പഴേ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഞാനൊന്ന് കണ്ടായിരുന്നു. ഇതാണോ? വാവ്, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ലോക്ക് അല്ലേ? അതിപ്പോ ഡോർ ഹാൻഡിൽ തന്നെ ഒരു പുതുമയായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡോർ ഹാൻഡിൽ തന്നെ. അപ്പോൾ അത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. സോ സെൻട്രൽ ലോക്കിന്റെ അടുത്ത് നമുക്ക് ഒരു കാര്യങ്ങളും. സോ ഓവറോൾ ബ്ലാക്ക് ഇന്റീരിയേഴ്സ് ആയത് കാരണം ഈ ഒരു ബീച്ച് ഫിനിഷ് അല്ലാതെ, വൈറ്റ് ഫിനിഷ് അല്ലാതെ ബാക്കി എല്ലാം ഓവറോൾ ബ്ലാക്ക് ആയത് കാരണം മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ വളരെ ഈസിയാണ്. അതല്ലാതെ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളോ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് ചിലവ് വരുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ കാണുന്നില്ല. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റബിൾ ആണ്. ഓക്കെ, പിന്നെ റെയിൻ സെൻസിങ് ഓട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട് ടോപ്പ് എൻഡിൽ. ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. മനസ്സിലായില്ല? അതൊരു കൺവീനിയൻറ്റും സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ കാര്യങ്ങൾ. സോ ഒന്നും കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫ്രണ്ട് റോനെ കുറിച്ച് പറയാനില്ല. സോ ഓവറോൾ ഫ്രണ്ട് റോയിൽ നമ്മൾ ഹാപ്പിയാണ്. സോ ഇനി ബാക്ക് റോ ആണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്നറിയോ, ഒരു ഫാമിലി മാൻ ആയത് കാരണം ബാക്ക് റോ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സോ ബാക്കിൽ എങ്ങനെയാണെങ്കിലും ഫാമിലി ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും 3 പേരും ഒരു 1-2 കുട്ടികളൊക്കെ ഇരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ബാക്കിലത്തെ ഒരു കംഫർട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ചാടി കയറാൻ പറ്റും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, സോ പുറകിലും 2 ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതായത് വെള്ളം കുടിച്ച് വെള്ളം ഇല്ല എന്നുള്ളൊരു പ്രശ്നം വരാൻ പാടില്ല. അതുകൊണ്ട് ഡോർ പാഡിൽ 2 ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കുട മാത്രം നിങ്ങൾ ഇവിടെ പുറകിൽ വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കുട കൊടുത്തിട്ടില്ല. എനിക്ക് ആക്ച്വലി ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഈ സെൻട്രൽ ലോക്ക്. ഇത് ലോക്ക്, ഇതാണ് ലോക്ക്. ഒരു സിമ്പിൾ കൊടുക്കായിരുന്നു, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഒരുപാട് ഞാൻ തേടി നടന്നു, ഏതാ ലോക്ക് ഏതാ അൺലോക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്, ഇംപ്രസീവ് ആയിട്ടുള്ള ഹെഡ് റൂം വരുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പ്ലസ് സൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇരുന്നിട്ട് പോലും മൂന്നാൾക്ക് അത്ര കുഴപ്പമില്ലാതെ ഇരിക്കാം. പക്ഷെ നോർമലായിട്ടുള്ളവർ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മൂന്നാൾക്ക് ഇരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഹാൻഡ് റെസ്റ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. സോ രണ്ടാളൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോവാം, ഒരു കുഴപ്പവും വരുന്നില്ല. സോ ഹെഡ് റൂം അടിപൊളി, ഹെഡ് റെസ്റ്റ് കുഴപ്പമില്ല, ഹാൻഡ് റെസ്റ്റ് അടിപൊളി, ലെഗ് റൂം സൂപ്പർ, അതിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് മൊബൈലോ വല്ലതും വയ്ക്കാനായിട്ട്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സീറ്റ് ബാക്ക് പോക്കറ്റൊക്കെ ആയിട്ട് യൂട്ടിലിറ്റി സ്പേസസും അതുപോലെ തന്നെ ഓവറോൾ സ്പേസും വളരെ ക്ലെവർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പഞ്ചിൽ എന്ന് തന്നെ പറയണം. സോ ഇതിൽ നിനക്ക് വേറൊരു കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും, മൂന്നാൾ ഫാമിലി ആയിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കാം. ഇനി നമുക്കൊരു ഓവറോൾ ഒരു സറൗണ്ട് വ്യൂ കിട്ടുന്നുണ്ട് അല്ലേ, ഒരു കുഴിയിൽ ഇരിക്കുന്നത് പോലെ അല്ലാതെ കുറച്ചൊരു ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതെ, ഒരു SUV-യിൽ ഇരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ ഫീൽ വരുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓഫ് റോഡിങ് കാപ്പബിലിറ്റീസിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുന്നു. ഈ വണ്ടി ഓഫ് റോഡ് കേപ്പബിൾ അങ്ങനെയാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കാരണം പലതിനും കേപ്പബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, എന്നാൽ പോലും എത്രത്തോളം ഓഫ് റോഡ് പോകാൻ പറ്റുന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അതായത് പഞ്ചിന്റെ ശരിക്കുള്ള പഞ്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഫ് റോഡ് ട്രാക്ക് ടാറ്റ മോട്ടോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാ, ഇതൊരു 2 വീൽ ഡ്രൈവ് SUV, ഇതൊക്കെ ഇതിൽ കൂടിയൊക്കെ പോകുന്ന നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാ? ഈ ഇത് കണ്ട, ചേറ് കണ്ട, ഫ്രണ്ട് വീലിലും ബാക്ക് വീലിലും വരുന്ന ചേറ് കണ്ടില്ലേ? അതായത് ഇത്രയും സ്ലഷ് ചേറിലൂടെ ഈ വണ്ടി ഇപ്പോൾ ഓടിക്കാൻ പോവുകയാണ് ഞാൻ. ഭയങ്കര ചാലഞ്ചിങ് ആണ്, കുറച്ച് പേടിയുണ്ട് കേട്ടോ. ഇത് 2 വീൽ ഡ്രൈവ് ടോപ്പിലാവും എന്നുള്ള പേടിയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് നോക്കാം. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ക്യാമറയൊക്കെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് ഞാൻ ഓടിച്ച് വിജയകരമായി ഞാൻ ഓടിച്ചു തരാം. ഓക്കെ, ബൈ. ഐസ് ചാലഞ്ചിൽ എന്താ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, ട്രാക്ഷൻ പ്രോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. പഞ്ചിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിൽ മാത്രമാണ് അവൈലബിൾ. ഐസിൽ ഒരു വീല് സ്റ്റക്ക് ചെയ്തിട്ട് ഇപ്പൊ അതെ കണ്ടില്ലേ, വീല് സ്റ്റക്ക് ആയിട്ട് സ്പിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം താഴെ ഐസാണ്, ഒരു വീൽ ഐസിലാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ട്രാക്ഷൻ പ്രോ മോഡിൽ ആക്ടിവേറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ ഒരു ഓപ്ഷൻ ചോദിക്കും. അപ്പൊ നമ്മൾ S കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് പ്രസ് ചെയ്യണം ഫുള്ളായിട്ട്, അതേ സമയത്ത് ആക്സിലേറ്ററും പ്രസ് ചെയ്യണം. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിള്, അതായത് ആ സ്റ്റക്കായിട്ട് സ്പിന്നായിക്കൊണ്ടിരിക്കുന്ന വീലിലോട്ട് പവർ പോവാതെ വേറൊരു വീല്, എന്താ പറയുക, റൈറ്റ് സൈഡിലുള്ള വീലിലോട്ട് പവർ പോയിട്ട് വെഹിക്കിള് പുറത്തോട്ട് എളുപ്പത്തിൽ വന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. സോ ഇത് ഓട്ടോമാറ്റിക്കലി ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്, പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാതെ വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഓഫ് റോഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തത് കുറച്ച് സീരിയസ് ഓഫ് റോഡിംഗ് ആയിരുന്നു. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, ഒരു പെർട്ടിക്കുലർ ട്രാക്ഷൻ പ്രോ മോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പഞ്ചിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ച് നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു SUV അല്ല. ഇപ്പോൾ ഓടിക്കുന്നത് AMT ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു വീഡിയോ ക്ലിപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർ ഓഫ് റോഡ് ട്രാക്ക് സെറ്റ് ചെയ്തിട്ട് ഈ വണ്ടിക്ക് മാക്സിമം എന്താ ചെയ്യാൻ പറ്റുക അതാണ് ടാറ്റ മോട്ടോഴ്സ് നമുക്ക് കാണിച്ചു തന്നത്. സോ ഭയങ്കര സർപ്രൈസിലാണ്. അവിടുന്ന് വീഡിയോ അധികം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ കണ്ടു നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നി മക്കളെ? അടിപൊളിയാണോ? ഇതൊരു 2 വീൽ ഡ്രൈവ് SUV-യിൽ ഇത്രയും എന്താ പറയുക, എനിക്ക് ആ വണ്ടി ഇങ്ങനെ സ്ലോപ്പിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അതുപോലെ ആ ചേറിൽ കൂടെ കുടുങ്ങി നിൽക്കുമോ അത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കാരണവും ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് കാരണം കൊണ്ട് മാത്രമാണ് അവിടെ ചേറിൽ കുടുങ്ങാതെ വന്നത്. അപ്പോൾ ഈ 2 വീൽ ഡ്രൈവ് SUV-ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ വേറെന്താണ് ഇതിന് എടുത്ത് പറയാനുള്ളത്? സോ ഇതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും കാർ സ്വാപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് ഓടിക്കുകയാണ്. ഓട്ടോമാറ്റിക് ടിപ്പിക്കൽ AMT ആണ് കേട്ടോ. 1.2 AMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഡ്രൈവിന് അടിപൊളിയാണ്. നിങ്ങൾ സിറ്റിക്കകത്ത് മാത്രമാണ് ഓടിക്കുന്നത് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് എടുക്കാം. മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ AMTയുടെ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല.
1.2 ലിറ്റർ എഞ്ചിൻ, 86 PS പവറും അതുപോലെ തന്നെ 113 Nm ഓഫ് ടോർക്കുമാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ടർബോ കാര്യങ്ങളൊന്നുമില്ല. ടെർബോ ഇല്ലെങ്കിൽ പോലും മാനുവൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് 5500 RPM വരെ പോകുന്നുണ്ട്. അതുപോലെ മാനുവലിന്റെ മാക്സിമം പറ്റുന്ന രീതിക്കൊക്കെ ഓടിച്ചു. ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് 120 ഞാൻ ഓടിച്ചു. വെഹിക്കിളും പ്ലാന്റഡ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്, അല്ലാതെ വേറെ വലിയ ഡിസ്കംഫർട്ടും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ബെസ്റ്റ് കാര്യം എന്താണെന്ന് അറിയോ, നമ്മളിപ്പോൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്പീഡിൽ പോകുമ്പോൾ റോഡ് എൻഡുലേഷൻസ്, ചെറിയ കുഴികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. അതായത് ഒരു SUV ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സീറ്റിംഗ് പൊസിഷൻ ആയിക്കോട്ടെ, സസ്പെൻഷൻ്റെ സെറ്റപ്പ് ആയിക്കോട്ടെ, എല്ലാം അങ്ങനെയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. സോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് മിസ്റ്റർ NRI അഭിപ്രായം? വണ്ടി ഓഫ് റോഡ് ട്രാക്കിൽ കണ്ടു, വണ്ടി ഇരുന്ന് സ്പേസ് ഇഷ്ടപ്പെട്ടു, എന്താണ് ഇതിൻ്റെ അഭിപ്രായം? ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ടാറ്റ മോട്ടോഴ്സ് എന്താണെങ്കിലും കോമ്പറ്റീറ്റീവ് ആയിട്ട് പ്രൈസ് ചെയ്യുന്നു. ഒരു 4.5 ലക്ഷത്തിന് ബേസ് വേരിയൻറ്റ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നതാണ് എൻ്റെ അഭിപ്രായം. 4.5 to 5-നുള്ളിൽ ടോപ്പ് വേരിയൻറ്റ് ഓൺ റോഡ് ഒരു 7.5 കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റ് മാറി വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു 7.5 lakhs ഉള്ളിൽ നമുക്ക് ടോപ്പ് വേരിയൻറ്റ് കിട്ടുമെന്ന് എൻ്റെ ഒരു സ്ട്രോങ് നിഗമനം പറയുന്നു. എങ്ങനെയാണെന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണാം. ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് സെഷനൊക്കെ കൊടുക്കണം. പക്ഷേ നിൻ്റെ അഭിപ്രായം പറയാം. നീ ഇപ്പോൾ ഇത്രയും കണ്ടതല്ലേ, രാവിലെ തൊട്ട് വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ച് അത് ഇതൊക്കെ കണ്ടതല്ലേ, എങ്ങനെയുണ്ട് വണ്ടി? എല്ലാം ഓക്കെ, എന്നാലും ഒരു പ്രീമിയം ലുക്ക്. LED DRL 190 mm ആണ് ഗ്രൗണ്ടിൽ. പുറകിൽ വൈപ്പർ, ഡീഫോഗർ, മെയ്ഡ് ഇൻ ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ. വലിയൊരു ബൂട്ട്, 366 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ്, 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോറ്, ഇഷ്ടം പോലെ സ്പേസ്, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല്, ഫ്ലാറ്റ് ബോട്ടം, ഇഷ്ടം പോലെ യൂട്ടിലിറ്റി സ്പേസ്, കൂൾഡ് ഗ്ലൗ ബോക്സ്, കമാൻഡിംഗ് ഡ്രൈവിംഗ് പൊസിഷൻ, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, 20.3 ഡിഗ്രി അപ്രോച്ച് ആംഗിൾ. ഇനി ഡിപ്പാർച്ചർ ആംഗിൾ ആണെങ്കിൽ 37.3 ഡിഗ്രി. 370 mm ആണ് വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി. ഡുവൽ എയർ ബാഗ്, 7-inch സ്ക്രീന്, ഹർമൻ കാർഡൻ മ്യൂസിക് സിസ്റ്റം, 4 സ്പീക്കർ, 2 ട്വീറ്റർ, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വിത്ത് 7-inch TFT സ്ക്രീന്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്. ഇത്രയും കാര്യം ഉണ്ടായിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി കിട്ടിയിട്ട് എന്താണ് നിന്റെ അഭിപ്രായം? ഇനി പറ, പഞ്ചിനെ കുറിച്ചുള്ള പഞ്ച് എന്താണ്? പറ. പഞ്ച് ഒരു പഞ്ച് തന്നെയാണ്, പക്ഷെ എല്ലാം ഉണ്ട്. ഒരു സൺറൂഫും കൂടെ. സൺറൂഫ് വേണത്ര. സൺറൂഫ് ഇല്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ തിരിച്ച് പൊയ്ക്കോളൂ. ആ ഇന്നോവ അവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ, ടാക്സി, അതിൽ പൊയ്ക്കോളൂ പ്ലീസ്. നിങ്ങൾ ഈ വണ്ടി വാങ്ങണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ പ്ലീസ്. താങ്ക് യു. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിക്ക് എനിക്ക് സൺറൂഫ് ഇറങ്ങടാൻ വേണ്ടി വരും. ശരി, അപ്പോൾ പോയിട്ട് വിളിക്കണ്ട കേട്ടോ. അപ്പോൾ ഈ സൺറൂഫ് വേണമെന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. സൺറൂഫ് അത്ര വലിയ ഫീച്ചർ അല്ല. പിന്നെ ഇതൊരു ബഡ്ജറ്റ് യൂട്ടിലിറ്റി മാക്സിമം പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ള ഒരു SUV ആണ്. ആ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരിക്കലും സൺറൂഫ് ഒരു പോയിന്റേ അല്ല. അതുകൊണ്ട് ഞാനൊരിക്കലും അത് പറയില്ല. സോ എൻ്റെ അഭിപ്രായം, പഞ്ച് ശരിക്കും പറഞ്ഞാൽ ഈ സെഗ്മെൻ്റ് ഒന്ന് പഞ്ചാക്കി മാറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ Facebook, Twitter, Instagram പേജസ് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.